പ്രിയപ്പെട്ടവരെ, ഇന്നസെൻ്റ് ഏട്ടൻ്റെ ചരമദിനമാണെന്ന്. അദ്ദേഹം അന്തരിച്ചിട്ട് ഒരു വർഷം കടന്നുപോയി. ഇരിങ്ങാലക്കുടയിലൊക്കെ വലിയ പ്രാർത്ഥനയൊക്കെ നടന്നു ഇന്ന് രാവിലെ. പല ആൾക്കാരും വാവിട്ട് നിലവിളിക്കുന്ന നിമിഷങ്ങൾക്കൊക്കെ സാക്ഷിയായി. ഇന്നസെൻ്റ് ഏട്ടനെ കുറിച്ച് ആലോചിച്ചാൽ എപ്പോഴും നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാകും. അക്ഷരങ്ങളുടെ ലോകത്തും ചിരിവിത്തുകൾ അദ്ദേഹം വാരി വിതറി. ഇന്നസെൻ്റ് ഏട്ടൻ ഒരു എഴുത്തുകാരനാണെന്നും തെളിയിച്ചു. നിങ്ങൾക്കറിയാം, ക്യാൻസർ വാർഡിലെ ചിരി എത്രയോ ഭാഷകൾ, മാത്രം കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട് ആ പുസ്തകം ഇന്ന്. ജീവിതയാത്രയുടെ ഇടവേളകളിൽ കുറിച്ചിട്ടവയെല്ലാം ഇന്നും മലയാളികൾക്ക് ചിരിയുടെയും ചിന്തയുടെയും മൊഴിമുത്തുകൾ. സിനിമയിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഇന്നസെൻ്റ് അക്ഷരങ്ങളിലൂടെയും അത് ചെയ്തു. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓരോ കഥകളായിരുന്നു ഇന്നസെൻ്റ് എന്ന എഴുത്തുകാരന്. ഒരാഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഞാൻ ഇന്നസെൻ്റ് എന്ന ഓർമ്മക്കുറിപ്പുകളിൽ നിന്നാണ് ആ എഴുത്തുയാത്രയുടെ തുടക്കം. പിന്നീടത് ആദ്യ പുസ്തകമായി. ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ വരച്ചിട്ട മഴക്കണ്ണാടി എന്ന ചെറുകഥ, ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ നർമ്മത്തിൽ ചാലിച്ചെഴുതിയ ഈ ലോകവും അതിലൊരു ഇന്നസെൻ്റും, സിനിമയും ജീവിതവും രാഷ്ട്രീയവും തുറന്നെഴുതിയ ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും, കഷ്ടകാണ്ഡങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായ ചിരിക്കുപിന്നിലെന്ന ആത്മകഥ. അങ്ങനെ ഇന്നസെൻ്റിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും ഓരോ പുസ്തകങ്ങളാണ്. ഹാസ്യലോകത്ത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പല പതിറ്റാണ്ടെടുത്താൽ ഏറ്റവും അധികം ഒരു ഹാസ്യം കൊണ്ട് എഫക്റ്റീവായ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു ഇന്നസെൻ്റ്. ക്ഷണിക്കാതെ എത്തിയ അതിഥിയായിരുന്നുവെങ്കിലും ക്യാൻസറിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടതും മലയാളികൾക്കായി എഴുതിയിട്ടു ഇന്നസെൻ്റ്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം ഒരുപാട് പേർക്ക് ഇന്നും അതിജീവനത്തിനുള്ള ഇന്ധനമാണ്. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഓരോ അദ്ദേഹത്തിന് അനുഭവങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരിലോട്ട് പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ സിനിമ എന്ന മാധ്യമം പോലെ തന്നെ എഴുത്തും അങ്ങനെ ഒരു മാധ്യമമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഭാര്യയുടെ പാചകവും രാഷ്ട്രീയ ജീവിതവും എല്ലാം പുസ്തകങ്ങളായി. കാലന്റെ ഡൽഹി യാത്ര, അന്തിക്കാട് വഴി, ഇന്നസെൻ്റ് ഓർമ്മകളും ആലിസിന്റെ പാചകവും ബെസ്റ്റ് സെല്ലറുകളുടെ ഗണത്തിൽ തന്നെയാണ്. അനശ്വരമായ കഥാപാത്രങ്ങൾ ബാക്കി വച്ച ചിരിയോർമ്മകൾക്കൊപ്പം ഈ പുസ്തകങ്ങളും കാലങ്ങൾ താണ്ടുകയാണ്. ടോബി ജോൺസൺ, 24, കോട്ടയം.